ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റ്, അതിപ്പോ ഈ കാലത്ത് ഒരുപാട് പേർക്ക് 10-9 പേർക്കും ഡയബറ്റിക്സ് ഉണ്ടെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കും. ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് എങ്ങനത്തെ ഒരു ഡയറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്? അപ്പൊ ഒരു ഡയബറ്റീസിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഡയറ്റ് വരുമ്പോൾ നമ്മൾ പറയാ ലോ കാർബ്, ലോ ഫാറ്റ്, മോഡറേറ്റ് പ്രോട്ടീൻ, ഹൈ ഫൈബർ ഡയറ്റ് ആണ്. ഉം. അതായത് നമ്മൾ കാർബ്സ് എടുക്കണ്ടെന്നല്ല, കാർബ്സിന്റെ അളവ് കുറയ്ക്കണം. നമ്മൾക്ക് കുറച്ചും കൂടി കോംപ്ലെക്സ് കാർബ്സ് ഉപയോഗിക്കണം. അതായത് സിമ്പിൾ കാർബ്സ് ഒഴിവാക്കിയിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൈറ്റ് റൈസ് ആണ് ഇപ്പൊ നോർമലി നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് ബ്രൗൺ റൈസ് അല്ലെങ്കിൽ നല്ല ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള റൈസ് ഒക്കെ ഉപയോഗിക്കുക. ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള കാർബ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആഡഡ് ഷുഗേഴ്സ് ഒക്കെ ഒഴിവാക്കുക. നല്ലോണം ഫൈബർ എന്ന് പറയുമ്പോൾ ഈ ഹോൾ ഗ്രെയിൻസിൽ നിന്ന് നമുക്ക് കിട്ടും, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ നിന്ന് കിട്ടും. അങ്ങനെയൊക്കെ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഫോളോ ചെയ്യുന്ന ഒരു ഈറ്റിംഗ് പാറ്റേൺ ആണ് നമ്മൾ ഡയബറ്റീസിന് സജസ്റ്റ് ചെയ്യാറുള്ളത്. മാഡം, ഒരു ഹെൽത്ത് ചെക്കപ്പ് ഉം. ഒരു ആളുടെ ജീവിതത്തിൽ എടുക്കുന്നതുകൊണ്ടുള്ള ബെനിഫിഷ്യൽ അല്ലെങ്കിൽ ആ ബെനിഫിറ്റ്സ് ഒന്ന് പറയാം. നമ്മൾ റുട്ടീനായിട്ട് ഒരു 1 ഇയറിലോ അല്ലെങ്കിൽ ഒരു 6 മന്ത്സ് കൂടുമ്പോഴൊക്കെ ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് നമ്മളെ ബോഡിയിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, ഈ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒത്തിരി ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ ഉള്ളൊരു കാലഘട്ടത്തിൽ ഇതിന്റെ റെലവൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അപ്ഡേറ്റഡ് ആവാൻ പറ്റും നമ്മളെ ബോഡിയിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ ഹെൽത്ത് ചെക്കപ്സ് പോലത്തെ കാര്യങ്ങൾ വുഡ് ബി വെരി ബെനിഫിഷ്യൽ. ഇപ്പൊ ഇവിടെ എനിക്ക് വരുന്ന പേഷ്യൻസ് വരാറുണ്ട്. അപ്പൊ അവരറിഞ്ഞിട്ടുണ്ടാവില്ല അവർക്ക് കൊളസ്ട്രോൾ ലെവൽ കൂടിയതും ഷുഗർ കൂടിയതും അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ ഒരു ചെക്കപ്പിലായിരിക്കും അവർ അറിയുക. അപ്പൊ അവർ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് പിന്നീടാണ് വരുത്തുക. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ്, കാരണം നമ്മൾ ഇപ്പൊ എന്ത് വണ്ടിയാണെങ്കിലും നമുക്ക് അതിന്റെ സർവീസ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യും, എന്നാലല്ല ആ വണ്ടിയുടെ സ്മൂത്ത് ഫംഗ്ഷൻ. അതുപോലെ തന്നെയാണ് മനുഷ്യന്മാരുടെ കാര്യത്തിലാണെങ്കിലും. ഒരു അസുഖം വരുമ്പോഴല്ല നമ്മൾ കേട്ടില്ല, പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ. ആ ഒരു കാര്യം തന്നെയാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത്. പണ്ടുള്ള കാലങ്ങളിലാണെങ്കിൽ മുതിർന്നവർക്കാണ്, പ്രായമാവുന്നതനുസരിച്ചാണ് രോഗങ്ങൾ വരുന്നത്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞു കുട്ടികൾ മുതൽ രോഗങ്ങൾ വരാറുണ്ട്. മാഡത്തിന്റെ ഒരു അഭിപ്രായത്തിൽ, മാഡത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആക്ച്വലി അങ്ങനെ ഒരു ഡിസീസ് പാറ്റേൺ തന്നെ എൻറ്റയർലി മാറിയേക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടായിരിക്കാം? നമ്മളുടെ ആക്ടിവിറ്റി ലെവലും നമ്മളുടെ ഈറ്റിംഗ് പാറ്റേണും പണ്ടത്തെ ആൾക്കാരെ പോലെ അല്ല. ഇപ്പൊ നമ്മൾ ജങ്ക്സിന്റെ യൂസ് ആണെങ്കിലും സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും ഒത്തിരി കൂടി. പണ്ടുള്ളവരൊക്കെ നല്ല ബോഡി ഇണങ്ങിയിട്ടുള്ള വർക്ക് ഒക്കെ ആയിരുന്നു. അത് തന്നെയാണ് ഇത്. ഇപ്പൊ എല്ലാവർക്കും ഒരു ഡെസ്ക്ടോപ്പ് ജോബ്സ് അല്ലെങ്കിൽ ഇരുന്നിട്ടുള്ള ജോലി, നമ്മൾ കഴിക്കുന്നത് ഫുൾ നമ്മളുടെ ഒരു ഹെൽത്തി, നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും നമ്മളൊരു ഹെൽത്തി ആയിട്ട് സത്യം പറഞ്ഞാൽ കഴിക്കുന്നത്. അല്ല സത്യ സമയം നമ്മൾ ഫുള്ള് പുറത്തുനിന്നും ജങ്ക്സും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന ഒരു വലിയ ചേഞ്ചസ് ആണ് ഇതിന്റെ കാരണം. നമ്മളുടെ ലൈഫ് സ്റ്റൈലും മാറി, നമ്മളുടെ ഈറ്റിംഗ് പാറ്റേണും ഒത്തിരി മാറി. പണ്ടൊക്കെ ഭയങ്കര കുറവായിട്ടായിരിക്കും നമ്മൾ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുക. ഇന്നെന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു നോർമൽ നോമായിട്ട് മാറി. പകരം വീട്ടിലെ ഹെൽത്തി ആയിട്ട് കഴിക്കുക എന്നുള്ളത് ഒരു വല്ലപ്പോഴും ആയി മാറി. അതന്നെയാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം. ഒരു ഡയറ്റീഷ്യന്റെ അടുത്ത് ആ സർവീസ് ചോദിച്ചിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ ആ ഒരു വ്യക്തിക്ക് സെർവ് ചെയ്യുന്നത്? എന്തായിരിക്കും അതിന്റെ ഒരു സിസ്റ്റം? അപ്പൊ ഒരു ക്ലയന്റ് അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് നമ്മളെ അടുത്ത് വരുമ്പോൾ നമ്മൾ ന്യൂട്രീഷണൽ കെയർ പ്രോസസ് എന്ന് പറയുമ്പോൾ ആദ്യം ആളെ നമ്മൾ അസസ്മെന്റ് ചെയ്യും. ആളുടെ കറന്റ് ന്യൂട്രീഷണൽ ഹാബിറ്റ്സ്, ഈറ്റിംഗ് ഹാബിറ്റ്സ് എങ്ങനെയാന്ന് നോക്കും. ആളുടെ ആക്ടിവിറ്റി ലെവൽ നമ്മൾ നോക്കും. സെഡൻഡറി ആണോ, മോഡറേറ്റ്ലി വർക്ക് ചെയ്യുന്ന ആളാണോ, അങ്ങനെയൊക്കെ നോക്കും. ആളുടെ ബോഡി കമ്പോസിഷൻ ഒക്കെ നമ്മൾ നോക്കും. അങ്ങനെയാണ് നമ്മൾ കലോറി എത്ര വേണമെന്ന് നമ്മൾ തീരുമാനിക്കും. അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഒരു മീൽ പ്ലാൻ നോക്കുക. എന്നിട്ട് നമ്മൾ അത് ഫോളോ ചെയ്തിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു മീൽ പ്ലാൻ കൊടുത്ത് അങ്ങ് വിട്ടിട്ട് കാര്യമില്ല. ഒരു 1 മന്ത് അവർ ഫോളോ ചെയ്തിട്ട് അതിൽ അവർക്ക് റിസൾട്ട് ഉണ്ടോ നോക്കും. എന്നിട്ടില്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചേഞ്ചസ് ഡയറ്റിൽ വരുത്തും. ഒരു ഫോളോ അപ്പ് പോലെ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഒരു ഗോൾ ആദ്യം ഫിക്സ് ചെയ്യും. എന്നിട്ട് അതിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കും നമ്മളുടെ ആ ഒരു ന്യൂട്രീഷണൽ കെയർ പ്രോസസ് ഉണ്ടാവും. ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും ഒരു ഡ്യൂറേഷൻ, ഒരു നല്ലൊരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്ത് ഒരു ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും ഒരു ഡ്യൂറേഷൻ? അത് ഭയങ്കര സബ്ജക്റ്റീവാ. നമുക്ക് ഇപ്പൊ ഒരാള് ഇപ്പൊ ഒരു ഡയറ്റ് എടുത്ത് ഒരു 1 മന്ത് കൊണ്ട് ഒരു 3-4 kg കുറഞ്ഞു, അങ്ങനെ ആയിരിക്കുന്നില്ല. ചിലപ്പോൾ എനിക്ക് അങ്ങനെ ആവണമെന്നില്ല. ബിക്കോസ് ഒന്നാമതൊരു മെന്നിന്റെയും വിമന്റെയും തന്നെ കലോറി ബേൺ ചെയ്യുന്ന ഡിഫറെന്റ് ആണ്. ബിക്കോസ് മെന്നിന് കുറച്ച് മസിൽസ് കൂടുതലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കലോറി ബേൺ ചെയ്യാൻ കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ട് പറ്റും. ഞങ്ങൾ അങ്ങനെയല്ല. അപ്പൊ അത് സബ്ജക്റ്റീവ് ആണ്. നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ലെവലും നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റിയും എല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. നല്ലൊരു ഹെൽത്തി വെയിറ്റ് ലോസ് ഐ വുഡ് റെക്കമെൻഡ് ഒരു 3-4 kg മാക്സിമം ഒരു 1 മന്ത്. അതായിരിക്കും ഒരു ഹെൽത്തി നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത്. ഫാസ്റ്റ് വെയിറ്റ് ലോസിന്, ഫാസ്റ്റ് റിസൾട്ടിന് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു ഹെൽത്തി വേ ഓഫ് വെയിറ്റ് റിഡക്ഷൻ ആയിരിക്കില്ല. അങ്ങനെ പറഞ്ഞല്ലോ, ഇപ്പോൾ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു കോമ്പസിഷൻ ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞു മസിൽസിന്റെ കാര്യത്തിൽ പറഞ്ഞു. അപ്പോൾ ലേഡീസിന് എസ്പെഷ്യലി ഇപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ജോലിയുള്ളവരാണ് വീട്ടിൽ.
അപ്പോൾ അങ്ങനെ ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവര് അല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ കിട്ടുന്ന ആ ആഹാരം കഴിക്കുന്നതുകൊണ്ട് അവർ ഫിറ്റ് ആണോ, ഹെൽത്തി, അവർ ഫിറ്റ് ആയിട്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ? നമ്മള് എന്താ വീട്ടിൽ കഴിക്കുന്ന ഫുഡ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ട് കുറെ കഴിക്കണം എന്നല്ല, നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെ ഹെൽത്തി ആയിട്ട് കഴിക്കുക. അതായത് നമ്മൾ യൂഷ്വലി കാർബ്സ് ഒക്കെ നമ്മളുടെ ഒരു ഈറ്റിംഗ് പാറ്റേണിൽ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാർബ്സ് ഒത്തിരി എമൗണ്ട് എടുക്കും, ചോറിന്റെ ഒക്കെ എമൗണ്ട് കുറച്ച് കൂടുതൽ. അപ്പൊ കാർബ്സ് ഒന്ന് കുറച്ചിട്ട് അരി ആഹാരം നമ്മളുടെ ഒരു ബേസിക്, ഞാൻ വരുന്ന ക്ലയൻസിൽ കണ്ടിട്ടുള്ള പ്രശ്നമാണെങ്കിലും പൊതുവേ ഉള്ളൊരു ഇതില് കാർബ്സിന്റെ അളവ് ഇത്തിരി കൂടുതലാണ്. നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് ചോറിന്റെ അളവ് ഇത്തിരി കൂടുതൽ എടുക്കാറുണ്ട്, എന്നാൽ ആവശ്യത്തിന് പ്രോട്ടീൻ എടുക്കാറില്ല. കറികൾ, പച്ചക്കറികളാണെങ്കിൽ ഫൈബറിന്റെ ഇൻടേക്ക് കുറച്ച് കുറവാണ്. അതായത് നമ്മൾ സാലഡ് അങ്ങനെ ഒന്നും കൺസ്യൂം ചെയ്യാറില്ല. പച്ചക്കറി തോരനാണെങ്കിൽ തന്നെ ഒരു സൈഡിൽ ഒരു ഇത്തിരി ഭാഗത്തേ ഉണ്ടാവുള്ളൂ. പക്ഷെ അറിയാലോ, ഒരു ബാലൻസ്ഡ് പ്ലേറ്റ് നമ്മൾ പറയുന്നത് ഒരു 1/4 കാർബ്സ്, ഒരു 1/4 പ്രോട്ടീൻ സോഴ്സ്, ഒരു ഹാഫ് പ്ലേറ്റോളം വെജിറ്റബിൾസ് ആയിരിക്കണം. എനിക്ക് തോന്നുന്നുള്ള ഒരു മലയാളിയുടെ പ്ലേറ്റും അങ്ങനെ ആയിരിക്കും എന്ന് തോന്നണില്ല, അൺലെസ് അവരൊരു ഡയറ്റ് അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനൊക്കെ വേണ്ടി നോക്കുമ്പോഴായിരിക്കും അവരുടെ പ്ലേറ്റ് അങ്ങനെ ആവാറ്. അപ്പൊ ഒരു വീട്ടമ്മയ്ക്ക് അവരുണ്ടാക്കുന്ന ഫുഡ് തന്നെ ഒരു കറക്റ്റ് പ്രൊപ്പോർഷൻസിൽ കാർബ്സ് ആണെങ്കിലും പ്രോട്ടീൻ ആണെങ്കിലും ഫൈബർ ആണെങ്കിലും ആ പ്രൊപ്പോർഷൻ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്ന റിസൾട്ട്സ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഇരുന്നുകൊണ്ട് ഫോൺ ചെയ്യുന്നത് നമ്മൾ നടന്നുകൊണ്ട് ഫോൺ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്നത് ഇരുന്ന് ചെയ്യുന്നതിന് പകരം നടന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെ ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോൾ സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, ലിഫ്റ്റും എസ്കലേറ്ററും ഒന്നും യൂസ് ചെയ്യാതെ അങ്ങനത്തെ കുറച്ച് ഒരു സ്വാപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവും. സാധാരണ ഇപ്പോ എക്സസൈസിങ് അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് ഒക്കെ വളരെ കൂടുതൽ കണ്ടുവരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവിടെ ഡയറ്റ് പറഞ്ഞു തരാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഒരാളിൽ നിന്നും ഒരു സജഷൻ എടുക്കുന്നതാണോ ബെറ്റർ, അല്ലെങ്കിൽ ഒരു സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള മാഡത്തിനെ പോലുള്ള ഒരു ഡയറ്റീഷ്യനെ കണ്ട് എന്നിട്ട് അവരുടെ ഡയറ്റ് ഫിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്? റാൻഡം അഡ്വൈസസ് എടുക്കാതെ എന്തുകൊണ്ടും നല്ലത്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അസുഖം വന്ന് നിങ്ങൾ വഴി കൂടെ പോണ ആൾക്കാരുടെ അടുത്തല്ലല്ലോ ചോദിക്കാം, നിങ്ങൾ അതിനെ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറെ അടുത്തായിരിക്കുമല്ലോ പോകുക. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ന്യൂട്രീഷൻ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരാണ്. അപ്പൊ എന്തുകൊണ്ടും ഒരു ഡയറ്റീഷ്യന്റെ ഗൈഡൻസോ അഡ്വൈസസോ എടുക്കുന്നത് തന്നെയാണ് ബെറ്റർ. പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് വയറ്. പൊതുവെ മലയാളികൾക്ക് എസ്പെഷ്യലി വയറ് കുറച്ച് തള്ളിയാണ് നിൽക്കുന്നത്. അപ്പോൾ വയറ് കുറക്കാനായിട്ട് എന്ത് ചെയ്യുന്നുള്ളത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് താങ്കൾക്ക് പറയാൻ? ഒരു ഡയറ്റീഷ്യൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി കേൾക്കുന്ന ക്വസ്റ്റ്യൻ ആണ് തടി എങ്ങനെ കുറയ്ക്കുക, വയറെങ്ങനെ കുറയ്ക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ഡയറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഓവറോൾ ഫാറ്റ് ലോസ് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ആണ് ഉണ്ടാവുക, അല്ലാതെ ഒരു സ്പെസിഫിക് റീജിയനിലെ ഫാറ്റ് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ടുള്ള വർക്ക്ഔട്ട്സ് ചെയ്യുക, കൂടെ കലോറി ഡെഫിസിറ്റും ആവുക. ഈ 2 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗോള് വയർ കുറയ്ക്കാനാണെങ്കിൽ അത്, വെയിറ്റ് ലോസ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കും. എല്ലാവരും ചോദിക്കുന്ന എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് എത്രത്തോളം വെള്ളം കൺസ്യൂം ചെയ്യണം. ചിലവർ അത് 2.5 ലിറ്റർ 3.5 ലിറ്റർ, ചിലവർ 5 ലിറ്റർ എന്ന് പറയാറുണ്ട്. ആക്ച്വലി എത്രത്തോളം വെള്ളമാണ് ഒരു മനുഷ്യ ശരീരത്തിൽ ആവശ്യമുള്ളത്? ഇപ്പൊ വെള്ളത്തിന്റെ റിക്വയർമെന്റ് ഓരോരുത്തരുടെ ബോഡിയുടെ നീഡ്സ് അനുസരിച്ച് തന്നെയാണ്. അപ്പൊ നമ്മളൊരു നോർമൽ റിക്വയർമെന്റ് പറയാം 35 ml per kg. ഒരു 50 kgയുടെ ആളുടെ വാട്ടർ റിക്വയർമെന്റ് ആയിരിക്കില്ല ഒരു 90 kg ഉള്ള ആൾക്ക്. ആ ഒരു ഡിഫറൻസ് തന്നെ ഉണ്ടാവും. നിങ്ങൾ തന്നെ നിങ്ങളുടെ വെയിറ്റ് ഇത്രയാണെങ്കിൽ അത് ഇൻറ്റു 35, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കിട്ടും, എത്ര ml ആണെന്ന് കിട്ടും. അതനുസരിച്ചാണ് നിങ്ങൾ കൺസ്യൂം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേരിയേഷൻ വരും. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ സ്വെറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ഒക്കെ കൂടുതലാണ്, നിങ്ങളൊരു ഭയങ്കര സ്വെറ്റ് ചെയ്യുന്ന ഒരു എൻവയൺമെന്റിലാണെങ്കിലൊക്കെ നമ്മളുടെ വാട്ടർ ഇൻടേക്ക് അതിനനുസരിച്ച് കൂട്ടേണ്ടി വരും. ഒരു നോർമൽ റിക്വയർമെന്റ് ചോദിക്കുകയാണെങ്കിൽ ഐ വുഡ് സേ 35 ml per kg.